നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഞാൻ വിളിക്കാം. അത്യാവശ്യമായതുകൊണ്ട് ഞാനിപ്പോ വിളിച്ചത്. എനിക്കൊരു മനസ്സമാധാനം കിട്ടാത്തോണ്ടാ വിളിച്ചത്. ചേച്ചിയുടെ ശബ്ദം എന്താ വല്ലാതിരിക്കുന്നെ? ചേച്ചി കരയാണോ? എന്താ? എനിക്ക് കരയാനല്ലേ കഴിയൂ. എനിക്കും അച്ഛനും അമ്മയ്ക്കും കരയാൻ മാത്രമല്ലേ കഴിയൂ. ഗതിയില്ലാത്തവരായി പോയില്ലേ? എന്താ ചേച്ചി? നമ്മുടെ തറവാട് ഭൂമി അച്ഛൻ പണയം വച്ചിരുന്നില്ലേ, അത് നമുക്ക് നഷ്ടപ്പെടാൻ പോവുക. ചേച്ചി കട്ടായി പോയല്ലോ. വീണ്ടും കട്ടായി പോയല്ലോ. ജോലി സമയത്ത് നീ എന്തെടുക്കാ? അത് സാർ എന്റെ ചേച്ചിയാ. ഞാൻ വിളിച്ചതല്ല, ഈ ചേച്ചി ഇങ്ങോട്ട് വിളിച്ചതാ. ചേച്ചി വിളിച്ചാ ജോലി സമയത്ത് നീ ഫോൺ എടുക്കോ? ആരോട് ചോദിച്ചാ നീ ഫോൺ എടുത്തേ? ചോദിച്ചിട്ടില്ലേ? ആരോട് ചോദിച്ചിട്ടാ നീ ജോലി സമയത്ത് ഫോൺ എടുത്തെന്ന്? ഈ സമയത്ത് ചേച്ചി വിളിക്കണമെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യം ഉള്ളതുകൊണ്ടായിരിക്കും. അതുകൊണ്ടാ. അത്യാവശ്യമായി ആരെങ്കിലും വിളിച്ചാ പെർമിഷൻ ചോദിക്കേണ്ടത് ഞാൻ നിന്നോട് പറഞ്ഞോ? അത് സാർ പറഞ്ഞിട്ടുണ്ടോന്ന്? ഇല്ല. പിന്നെ എന്ത് ധൈര്യത്തിലാ നീ ഫോൺ എടുത്ത് സംസാരിച്ചത്? സാർ, ഇവിടെ ജോലി ചെയ്യുന്നവർക്ക് വീടും കുടുംബമൊക്കെ ഉണ്ട്. വീട്ടിലൊരു അത്യാവശ്യം ഉണ്ടായാൽ ഫോൺ ചെയ്യും. ജോലിയെ ബാധിക്കാതെ ഫോൺ എടുത്ത് സംസാരിക്കുന്നതിൽ എന്താ സാർ തെറ്റ്? എത്തിയല്ലോ, പാർവതിക്ക് വേണ്ടി വാദിക്കാൻ പരമശിവൻ എത്തിയല്ലോ. അത്യാവശ്യമുള്ളൊരു കോൾ എടുക്കാനുള്ള പെർമിഷൻ കൈലാഷ് സാർ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. പിന്നെ എന്താണ് സാർ പ്രശ്നം? നിന്റെ കൈലാഷ് സാറിന്റെ ഭരണമല്ല ഇപ്പൊ ഈ കമ്പനിയിൽ. അത് അവസാനിച്ചു. കൈലാഷിന്റെ ഭരണം അവസാനിച്ചതോടെ കൈലാഷ് നടപ്പിലാക്കിയ ഭരണപരിഷ്കാരങ്ങൾക്കും വിലയില്ലാതെ. ഇപ്പൊ ഭരണം എന്റെ കയ്യിലാ. ഞാൻ പറയുന്നതാണ് ഇവിടുത്തെ നിയമം. ജോലി സമയത്ത് ഫോൺ എടുക്കാൻ പാടില്ലെന്ന് ഞാൻ പറഞ്ഞാൽ പാടില്ലെന്ന് തന്നെ അർത്ഥം. ഏത് പൊന്നുമോമെന്ന് പറഞ്ഞാലും ഇവള് കാണിച്ചത് ധിക്കാരം തന്നെയാ. നീ പോയി നിന്റെ ജോലി ചെയ്യട ചക്ക. പോടാ പോ. നീ എന്താ എന്നെ നോക്കി പേടിപ്പിക്ക? പവർ നഷ്ടപ്പെട്ടെന്റെ ചൊറിച്ചിൽ നിൽക്കണ്ടെന്ന് എനിക്കറിയാം. ആ ചൊറിച്ചില് എന്റെ നേർക്ക് തീർക്കാൻ വന്നാൽ നക്ഷത്രക്കാലം എണ്ണീട്ടില്ലല്ലോ നീ ഇതുവരെ. എണ്ണിക്കും ഈ കരുണാരൻ സാറ്. അതുകൊണ്ട് മോനെ പ്രിയ, നോക്കി കണ്ടും കളിച്ചു പോടാ. പോവാനല്ലേ പറഞ്ഞേ? പോടാ. സാർ വേണ്ട. മറ്റുള്ളവരുടെ മെക്കിട്ട് കയറുന്ന പോലെ എന്റെ മെക്കിട്ട് കയറാൻ വന്നോ? വിരല് ചൂണ്ടി സംസാരിക്കുന്നോ നിന്നെ ഞാൻ? അയ്യോ രഞ്ജന, വേണ്ട, വിട്ടേക്ക്. വഴക്ക് വേണ്ട. പോയി ജോലി ചെയ്യ്. നിന്നെ തല്ലിയാലും ആരും എന്നോട് ചോദിക്കാൻ വരില്ല. കൈലാഷിന്റെ സപ്പോർട്ട് ഉണ്ടെന്നുള്ള ധൈര്യത്തിലല്ലേ നീ ഇവിടെ കിടന്ന് തോന്നിയാസം കാണിക്കണേ? നിന്നെ കൈവച്ചാലും കൈലാഷ് എന്നോടൊന്നും ചോദിക്കില്ല. പോടാ പോടാ. പ്രിയ വേണ്ട. പ്രിയ വരാൻ കുട്ടി കൊണ്ട് പോടാ. പ്രിയ എന്റെ പവർ എന്താന്ന് ഞാൻ കാണിക്കും. പ്രിയ വേണ്ട. പ്രിയ ഇയാളെ ഇങ്ങനെ വിട്ടാ ശരിയാവില്ല. എനിക്ക് കൈലാഷ് സാറിനെ ഒന്ന് കാണണം. പ്രിയ നീ എന്ത് കാണാനോട് നിൽക്കണേ? പോയി ജോലി ചെയ്യടി. പോടി. ആ ഫോണിങ് താസ് ചേച്ചിയോട് 2 വാക്ക് സംസാരിച്ചിട്ട് ഞാൻ പോയിക്കോളാം സാർ. അത്യാവശ്യമായതുകൊണ്ട് സാർ. വീട്ടിലെന്തോ പ്രശ്നമുള്ളതുകൊണ്ടാ. അതുകൊണ്ട് ചേച്ചി ഇങ്ങനെ വീണ്ടും വീണ്ടും വിളിക്കുന്നത്. ദയവ് ചെയ്ത് ഫോൺ താ സാർ. ആരും എന്താ ഫോൺ എടുക്കാതെ? എന്ത് വലിയ അത്യാവശ്യമാണെങ്കിലും തല പോകുന്ന കേസാണെങ്കിലും ജോലി സമയത്ത് ഫോൺ തരില്ല.
ജോലി സമയം കഴിയുന്നവരെ ഈ ഫോൺ എന്റെ കയ്യിലുണ്ടാവും. സർ പോയി ജോലിയല്ല പറഞ്ഞേ. സർ പേടിച്ചിട്ടാ ചേച്ചി വീണ്ടും വീണ്ടും വിളിക്കുന്നത്. ഞാൻ ഫോൺ എടുത്ത് 2 വാക്ക് സംസാരിച്ച ചേച്ചിക്ക് സമാധാനാവും. 1 മിനിറ്റ് താ സർ, ഫോൺ താ സർ, തരൂ സർ, ദയവേത് ഫോൺ താ സർ.